എപ്സോൺ L3313 എന്ന പ്രിൻ്ററിൻ്റെ സ്കാനർ ഡ്രൈവർ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുവരാം. അതിനുമുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മസ്റ്റായിട്ട് നിങ്ങൾ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാവൂ. അപ്പോൾ പ്രിൻ്റർ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുന്നു. അവിടെ നമ്മൾ എപ്സൺ L3313 പ്രിൻ്റർ ഡ്രൈവർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് 3310 എന്ന മോഡലായിരിക്കും. 3313 എന്ന മോഡൽ ഇവിടെ നമുക്ക് സെർച്ച് ലിസ്റ്റിൽ കാണാൻ സാധിക്കത്തില്ല. ഞാനൊരു എക്സാമ്പിളിന് ഞാനിവിടെ ജസ്റ്റ് സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ സൈറ്റ് ഓപ്പണായി വന്ന താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എപ്സൻ്റെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽസിൻ്റെയും ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. അവിടെ 3310 എന്നുണ്ടാവും. അതേപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ 3350 എന്നുള്ള മോഡലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ആ 3310നും 3350നും ഇടയിലുള്ള എല്ലാ മോഡൽസിനും L3310 എന്ന പ്രിൻ്ററിൻ്റെ ഡ്രൈവറായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സെയിം മോഡൽ തന്നെയാണ് ഇവിടെ വരിക. അപ്പോൾ നമ്മൾ വീണ്ടും ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുന്നു. അവിടെ നമ്മൾ എപ്സൺ L3310 പ്രിൻ്റർ ഡ്രൈവർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ ആദ്യം കാണുന്ന സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇവിടെ OS ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ആൾറെഡി ബ്രാക്കറ്റിൽ വിൻഡോസ് 10 64-ബിറ്റ് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക് അതായിരിക്കും ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് നിങ്ങൾ OSൻ്റെ വെർഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ മാക്കിൻ്റെ വെർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് ഒന്ന് റിലോഡായി വരുന്നതാണ്. എന്നിട്ട് വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ഡ്രൈവേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ പ്രിൻ്റർ ഡ്രൈവർ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാവൂ. അപ്പോൾ പ്രിൻ്റർ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ആവശ്യമുള്ള താഴെ കമൻറ്റ് ചെയ്യുക, ലിങ്ക് അയച്ചു തരുന്നതാണ്. ഇവിടെ താഴെ കാണുന്ന സ്കാനർ ഡ്രൈവർ റൈസിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നതാണ്. അവിടെ താഴെ ഐ അഗ്രി എന്നുള്ള ടിക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അത് ടിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്താണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഓപ്പണായി വരുന്നതാണ്. ഇവിടെ താഴെ കാണാൻ സാധിക്കും സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിട്ടുണ്ട്. താഴെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡ്രൈവറും അല്ലെങ്കിൽ സ്കാനർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇതേപോലെ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരും. താഴെ കാണുന്ന ഫിനിഷ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്കാനർ ഡ്രൈവറും സ്കാനർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ മിനിമൈസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കുന്ന അത് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കീ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. സ്കാനർ സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫയൽ ഇവിടെ പ്രിൻ്ററിൻ്റെ സ്കാനർ ഡോക്യുമെൻറ്റിൽ വെക്കുക. ഞാനിപ്പോൾ സ്കാനർ സെക്ഷനിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഡോക്യുമെൻറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നേരെ താഴെ കാണുന്ന സ്കാനറിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്കാനിങ് നടക്കുന്നുണ്ട്. ഇനി എങ്ങനെ സ്കാൻ ചെയ്യാം എന്നുള്ളതും ഈ സ്കാനർ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള താഴെ കമൻറ്റ് ചെയ്യുക, ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.